ഇന്ന് നമ്മൾ എട്ടാം സ്ഥലവും ഒമ്പതാം സ്ഥലമാണ് ധ്യാനിക്കുന്നത്. എട്ടാം സ്ഥലത്ത് ഈശോ മിശിഹ ഓസ്ത്രിയ നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതും ഒൻപതാം സ്ഥലത്ത് ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. എട്ടാം സ്ഥലം കൊണ്ട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. പലപ്പോഴും നമ്മുടെ വേദനകൾ നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. അതായത് നമ്മളുടെ വേദനകളാണ് ഏറ്റവും വലിയ വേദനകൾ എന്നുള്ള ചിന്താഗതി. ഒരിക്കലും നമ്മുടെ വേദനകൾ കർത്താവ് അറിയാതെ നമുക്ക് ലഭിക്കുന്നില്ല എന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ വേദനകളെ ഒരിക്കലും സഹനങ്ങളായിട്ട് കാണാതെ യേശുവിൻ്റെ മൃദുചുംബനങ്ങളായിട്ട് കാണാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒൻപതാം സ്ഥലം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മൂന്നാമത്തെ വീഴ്ചയാണ്. മൂന്നാമത്തെ വീഴ്ച പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് മറ്റുള്ളവരെ ആരാധിക്കുമ്പോഴാണ്. ഇനി നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ പിന്നാലെ പോകാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ കുരിശിനെ പ്രത്യാശയുടെ വാതിലായി കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ആമേൻ.